Assalamualaikum warahmatullahi wabarakatuh. നമസ്കാരം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സ്വാഗതം. പുരാതനവും നവീനവുമായ വിഭവങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഗരം മസാലയിലോട്ട്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു മട്ടൻ ദം ബിരിയാണിയാണ്. ഈ മട്ടൻ ബിരിയാണിയെ ഞാൻ പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നതും ദം ചെയ്തെടുക്കുന്നതുമെല്ലാം. സാധാരണ പ്രഷർ കുക്കർ ഉപയോഗിച്ച് ആദ്യം മട്ടൻ വേവിച്ചെടുക്കും, അതിനുശേഷം റൈസ് കൂടെ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യാറ്. എന്നാൽ ഇവിടെ ഞാൻ സാധാരണ നമ്മൾ എങ്ങനെ ദം ബിരിയാണി ഉണ്ടാക്കുന്നു അതുപോലെയാണ് വേവിച്ചെടുക്കുന്നത്. നമ്മൾ കനലെല്ലാം ഇട്ട് ദം ചെയ്തെടുത്ത ബിരിയാണിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ബിരിയാണിക്കും. വളരെ ഈസിയായി നമുക്ക് ഈ മട്ടൻ ദം ബിരിയാണി പ്രഷർ കുക്കർ ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഈദുൽ ഫിത്തറിന് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഡിഷാണിത്. ഈ ബിരിയാണിക്ക് സൈഡ് ഡിഷായി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പെപ്പർ സാലഡാണ്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാലഡാണിത്. കുരുമുളക് പൊടി ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന നല്ലൊരു സാലഡാണ് ഈ പെപ്പർ സാലഡ്. അതുപോലെ തന്നെ നാരങ്ങാച്ചാറും പപ്പടവും ഫിഷ് ഫ്രൈയും എല്ലാം ഉണ്ട് ഇതിന്റെ കൂടെ. നമുക്ക് പ്രഷർ കുക്കറിൽ എങ്ങനെ മട്ടൻ ബിരിയാണി വളരെ ഈസിയായി ദം ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഈ ബിരിയാണിക്ക് വേണ്ടിയുള്ള മസാല ഞാൻ നേരത്തെ റെഡിയാക്കി വെക്കുകയാണ്. ഇതിനുവേണ്ടി ഞാൻ 4 സവാള, 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ പീസ്, 5 പച്ചമുളക്, വെളുത്തുള്ളി, 1/2 ബൾബ് വെളുത്തുള്ളി ഇവ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിനെ ഫുഡ് പ്രോസസർ ഉപയോഗിച്ച് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരമായി ചോപ്പ് ചെയ്യുകയോ സ്ലൈസ് ചെയ്യുകയോ എല്ലാം ചെയ്യാം. നമ്മുടെ പ്രഷർ കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ എണ്ണയാണ് ഒഴിക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ മസാലയിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചേർക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി പ്രഷർ കുക്കർ അടച്ചു വെക്കുകയാണ്. 1-2 വിസിൽ വരുന്നത് വരെ ഇതിനെ വേവിച്ചെടുക്കാം. ഒരുപാട് സമയം വഴറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വേവിച്ചെടുക്കുന്നത്. ഇങ്ങനെയാകുമ്പോൾ സവാളയെല്ലാം നന്നായി വഴന്നു വരികയും ചെയ്യും, നമുക്ക് സമയം ലാഭിക്കുകയും ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയിലോട്ട് വേണ്ട തക്കാളി എടുക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ തക്കാളിയെ ചോപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അടുത്തതായി 1/4 കപ്പ് വീതം മല്ലിയില, പുതിനയില ഇവയെ കൂടെ ചോപ്പ് ചെയ്ത് വെക്കണം. നമ്മൾ പ്രഷർ കുക്കറിൽ 1 വിസിൽ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലെ പ്രഷർ ഒന്ന് പോകട്ടെ. ഇനി നമുക്ക് 3/4 കിലോ മട്ടൻ എടുക്കാം. മട്ടനെ കഴുകി വൃത്തിയാക്കി വെക്കണം. നമ്മുടെ പ്രഷർ കുക്കറിലെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറക്കാം. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇനി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി, മല്ലിയില, പുതിനയില ഇവ ചേർക്കണം. ഇനി 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കാം. ഞാൻ ഈ ബിരിയാണിയിലോട്ട് ഒരു വലിയ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ പകുതി ഭാഗത്തിൽ നിന്നും കുറച്ചാണ് ഈ കുക്കറിലോട്ട് പിഴിഞ്ഞൊഴിക്കുന്നത്. നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിനെ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൻ പീസസ് ചേർക്കണം. നന്നായി ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് പൗഡറുകളാണ് ചേർക്കേണ്ടത്. ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല പൗഡർ ഇവയാണ് ചേർക്കുന്നത്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ. മലബാർ ബിരിയാണി പോലെ കുറച്ച് മാത്രം മസാലയെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ. മസാല കുറഞ്ഞ ബിരിയാണിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ചു വെക്കാം. ഇതിനെ വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് 1 വിസിൽ പോകുന്നത് വരെ വേവിക്കാം. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് 5-6 വിസിൽ പോകണം. അതുവരെ വേവിച്ചെടുക്കണം. ഇത് 5ാമത്തെ വിസിലാണ്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. പ്രഷർ പോകുന്നത് വരെ ഈ കുക്കർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അടുത്തതായി ഞാൻ ബിരിയാണിയിലോട്ട് വേണ്ടിയുള്ള സാലഡ് റെഡിയാക്കി എടുക്കുകയാണ്. ഇവിടെ ഞാൻ പെപ്പർ സാലഡാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ സാലഡിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ധാരാളം ചേർത്താണ് ഈ സാലഡ് തയ്യാറാക്കിയെടുക്കുന്നത്. പെപ്പർ സാലഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രഷർ കുക്കറിൽ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. പെരുന്നാളിനെല്ലാം നല്ല തിരക്കുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ ഈ മസാല രാത്രിയാണ് റെഡിയാക്കി വെക്കുന്നത്. ഇങ്ങനെ മസാല റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് തന്നെ റൈസ് റെഡിയാക്കി ദം ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മൾ ഈ മസാലയിലോട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. എന്നാലും മസാലയിൽ നിന്ന് കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. ഈ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിനെ ഞാൻ വേറൊരു വെസലിലോട്ട് മാറ്റിയതിനു ശേഷം വറ്റിച്ചെടുത്താണ് ബിരിയാണി ദം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. ബിരിയാണിയിലോട്ട് വേണ്ടിയുള്ള റൈസ് ഞാൻ പ്രഷർ കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ചൂടായ ഒരു പ്രഷർ കുക്കറിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. അടുത്തതായി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് നമ്മുടെ റൈസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ നല്ലൊരു സ്മെല്ലും ഉണ്ടാകും.
ഇനി ഇതിലോട്ട് ഞാൻ ഒരു മീഡിയം സൈസുള്ള സവാള സ്ലൈസ് ചെയ്തത് ചേർക്കുകയാണ്. ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സവാളയെ ഞാൻ ദം ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ബാക്കിയുള്ള നെയ്യിലോട്ട് നമുക്ക് സ്പൈസസ് ചേർക്കാം. ഞാനിവിടെ 4-5 ഏലക്ക, 5-6 ഗ്രാമ്പു, ഒരു തക്കോലം, ഒരു ബേ ലീഫ്, 1 ഇഞ്ച് നീളമുള്ള പട്ട ഇവയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ പ്രഷർ കുക്കറിലോട്ട് ചേർത്തും നന്നായി വഴറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർക്കാം. ഞാനിവിടെ വലിയൊരു സവാളയുടെ പകുതി ഭാഗം സ്ലൈസ് ചെയ്തതാണ് ചേർക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു സവാള ചേർക്കാം. നന്നായി വഴറ്റിയെടുക്കാം. ഈ സവാള ഗോൾഡൻ ബ്രൗൺ നിറമാകൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്നു വന്നാൽ മാത്രം മതി. അടുത്തതായി നമുക്ക് ഇതിലോട്ട് റൈസാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ജീരകശാല റൈസാണ് ചേർക്കുന്നത്. 1/2 കിലോ ജീരകശാല റൈസാണിത്. ഈ റൈസിനെ നന്നായി കഴുകി വെള്ളത്തിൽ നിന്നും മാറ്റി വെക്കണം. നമുക്ക് ഈ റൈസിനെ പ്രഷർ കുക്കറിലോട്ട് മാറ്റാം. ഈ റൈസിനെ ഒന്ന് വഴറ്റിയെടുക്കാം. റൈസ് ഒന്ന് ഫ്രൈ ആയി വരട്ടെ. നമ്മുടെ റൈസ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ട് 3 കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം മാത്രമാണ് ചേർക്കുന്നത്. നമുക്ക് വെള്ളം പ്രഷർ കുക്കറിലോട്ട് ഒഴിക്കാം. ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം. ഇത് ഞാൻ നേരത്തെ പിഴിഞ്ഞെടുത്ത നാരങ്ങയുടെ പീസിന്റെ ബാക്കിയാണ്. നേരത്തെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ ചേർത്തിട്ടുള്ളൂ. അതിൽ നിന്ന് ബാക്കിയുള്ളത് ഇവിടെ പിഴിഞ്ഞൊഴിക്കാം. നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ഇതിനെ 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. 1 വിസിൽ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിങ്ങനെ ഇരിക്കട്ടെ. പ്രഷർ പോയതിനു ശേഷം നമുക്ക് ബിരിയാണി ദം ചെയ്യാം. ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ മട്ടൺ മസാലയിലെ വെള്ളം വറ്റിച്ചെടുക്കുകയൂടെ വേണം. മസാല നല്ല തിക്കാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ബിരിയാണി നല്ല ഡ്രൈ ആകൂ. കുക്കറിലെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറക്കാം. ഇത് 5 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം മിക്സ് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് പകുതി റൈസിനെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിന്റെ മുകളിലായി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല വെക്കാം. ബാക്കിയുള്ള റൈസിനെ ഇതിന്റെ മുകളിലായി സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് 2 പിഞ്ച് ബിരിയാണി മസാല ഇതിന്റെ മുകളിലായി സ്പ്രെഡ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയുടെ പകുതി ഭാഗം ഇതിന്റെ മുകളിലായി സ്പ്രെഡ് ചെയ്യണം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ സ്പ്രെഡ് ചെയ്യാം. കുറച്ച് മതി. അടുത്തതായി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ ആയാലും മതി. ഇനി 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിക്കണം. ഇനി 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ബിരിയാണിക്ക് ഒരു കളറിന് വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇതിനെ അടച്ചു വെക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിനെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് വെക്കണം. അതിനുശേഷം ഫ്ലെയിം നന്നായി കുറച്ച് 7 മിനിറ്റ് വെക്കാം. അപ്പോഴേക്കും കുക്കറിന്റെ അകത്ത് പ്രഷർ എല്ലാം നിറയും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി നന്നായി ദമ്മായി വരും. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ പപ്പടം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി സ്റ്റാർട്ടറായി വെജിറ്റബിൾ സാലഡ് കൂടെ തയ്യാറാക്കിയെടുക്കാം. കുക്കുംബർ ക്യാരറ്റ് സാലഡാണിത്. നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമ്മുടെ ബിരിയാണി എന്തായെന്ന് നോക്കാം. അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ പ്രഷർ കുക്കർ തുറക്കുന്നത്. നമുക്ക് മുകളിലെ റൈസ് ഒന്ന് മിക്സ് ചെയ്യാം. ഈ പ്രഷർ കുക്കറിൽ 1.5 കിലോ മട്ടനും 1 കിലോ റൈസും ദം ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി മട്ടൻ പീസോട് കൂടെ കുറച്ച് മസാല ഞാൻ മാറ്റി വെക്കുകയാണ്. ഏകദേശം പകുതിയോളം മട്ടൻ പീസ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. കൂടുതൽ മസാലയോട് കൂടെയാണ് ബിരിയാണി വേണ്ടതെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇനി ബാക്കിയുള്ള മസാലയും റൈസും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ സെർവ് ചെയ്യുകയാണ്. പണ്ട് കല്യാണത്തിനെല്ലാം ഇങ്ങനെയാണ് സെർവ് ചെയ്യാറ്. ഒരു സ്റ്റീൽ ബൗൾ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിന്റെ അടിയിലായി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള സ്പ്രെഡ് ചെയ്യാം. ഇനി കുറച്ച് റൈസ് സ്പ്രെഡ് ചെയ്യാം. ഇതിന്റെ മുകളിലായി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാലയോട് കൂടിയുള്ള മട്ടൻ പീസ് വെക്കണം. 2 പീസ് വെക്കാം. ഇനി ബാക്കിയുള്ള റൈസ് കൂടെ ഇതിന്റെ മുകളിലായി വെക്കാം. ഇനി നന്നായി പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഇത് പ്ലേറ്റിലോട്ട് മാറ്റുമ്പോൾ പൊട്ടിപ്പോകും. നമുക്കിതിനെ പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ അടുത്തതും റെഡിയാക്കാം.
നമ്മുടെ പെരുന്നാളിന് വേണ്ടിയുള്ള ഡിഷസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഫിഷ് ഫ്രൈ, പെപ്പർ സാലഡ്, പപ്പടം, പിന്നെ നമ്മുടെ മട്ടൻ ബിരിയാണിയും. സാധാരണ ഞാൻ പെരുന്നാളിന് ഡേറ്റ്സ് പിക്കിളാണ് ഉണ്ടാക്കാറ്. ഇന്ന് ഞാൻ ഈ ബിരിയാണിയെ നാരങ്ങ അച്ചാറിന്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു മട്ടൻ ബിരിയാണിയാണിത്. പ്രഷർ കുക്കറാണ് ഉപയോഗിക്കുന്നതെങ്കിലും വിറകടുപ്പിൽ ഉണ്ടാക്കിയ മട്ടൻ ബിരിയാണിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. ബിരിയാണി നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ മട്ടൻ ബിരിയാണിയുടെ കൂടെ ഫിഷ് ഫ്രൈ കൂടെ ഞാൻ സെർവ് ചെയ്യുന്നുണ്ട്. മട്ടന്റെ കൂടെ ഒരു എക്സ്ട്രാ സൈഡ് ഡിഷ് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ഒഴിവാക്കാവുന്നതാണ്. ഇനി നമുക്ക് ബിരിയാണി കഴിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.